ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഏലംകുർത്തി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഏലംകുർത്തിയുടെ ബോഡി ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. സ്ലീവൊക്കെ ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്, നെക്കും കട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ കഴുത്ത് നമ്മൾ ചൈനീസ് നെക്കാണ് പിടിപ്പിക്കുന്നത്. ഓക്കെ, കണ്ടോളൂ. തുണി രണ്ടായി മടക്കി അങ്ങനെ 2 പീസ് ഇറക്കം നോക്കി മുറിച്ച് എടുത്ത് ഇട്ട് 47 ഇഞ്ചാണ് ഇറക്കം. അങ്ങനെ 4 മടക്കി തുണി മേലെ ഇട്ടു. ഇനി കഴുത്തകലം 2.5 ഇഞ്ചാണ്, കഴുത്തിറക്കം 4.5 ഇഞ്ച്. അതിൽ നമ്മൾ കർവ് വരയ്ക്കുക. അതിന് ചുവടെയായിട്ട് കഴുത്തിൻ്റെ ഓപ്പൺ ഭാഗത്ത് നമുക്ക് ഒരു 4.5 ഇഞ്ചും കൂടി ചെരിച്ച് വി ഷേപ്പിൽ വരയ്ക്കുക. 1/2 ഇഞ്ച് എടുത്തിട്ട് കേട്ടോ. 8 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വരുന്നത്. ഷോൾഡറിൽ നിന്ന് കൈക്കുഴി 8 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് കൈക്കുഴിയുടെ മൂലഭാഗം എടുക്കുക, വരയ്ക്കുക. ഒരു 3/4 ഇഞ്ച് ഫ്രണ്ട് ഭാഗം മാത്രം ചെരിച്ച് ഷോൾഡർ വരയ്ക്കുക. 1.5 ഇഞ്ച് എടുത്ത് കൈക്കുഴി 1/2 ഇഞ്ച് കുഴിച്ച് വരയ്ക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് 12 ഇഞ്ചാണ്, 12 ഇഞ്ച് എടുക്കുക. ഒരു 14 ഇഞ്ച് താഴെ നമുക്ക് ഷേപ്പ് ചെയ്ത് വേസ്റ്റ് എടുക്കുക. അതൊരു 11.5 ഇഞ്ച് എടുക്കുക. അല്ലെങ്കിൽ 12 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, നമ്മൾ ടെക്കിടുമ്പോൾ കറക്റ്റ് അളവായി ഇരിക്കും. ഇനി 21 ഇഞ്ച് താഴെ ഷോൾഡറിൽ നിന്ന് നമുക്ക് 12 ഇഞ്ച് എടുക്കാം. അത് സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം, അത് ഹിപ്പ് വണ്ണം. ഇനി നമുക്ക് അടിയിൽ നിന്നൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെരിച്ച് വരയ്ക്കാം. ഇനി ആ 2.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കുക. ഇനി കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ഉണ്ടോ, 4 ഇഞ്ച് അവിടെ ചെരിച്ച് കൊടുത്ത് മേലോട്ട് കട്ട് ചെയ്യുക. ഫ്രണ്ട് മാത്രം എടുത്ത് കഴുത്ത് കട്ട് ചെയ്യുക. ചെരിച്ച് 3/4 ഇഞ്ച് ഷോൾഡർ കട്ട് ചെയ്യുക, ഫ്രണ്ട് മാത്രം. ഇനി 1/2 ഇഞ്ച് കുഴിച്ച് ഫ്രണ്ട് മാത്രം കട്ട് ചെയ്യുക. കട്ട് ചെയ്യൽ ഒരുവിധം അവസാനിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ടെക്ക് വരയ്ക്കാം. 11 ഇഞ്ച് താഴെ 4 ഇഞ്ച് വീതിയിലാണ് നമ്മൾ ടെക്ക് അടയാളപ്പെടുത്തുന്നത്. മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഒരു 10 ഇഞ്ചോളം നമുക്ക് അതിൻ്റെ നീളം അടയാളപ്പെടുത്താം. ഇങ്ങനെ ടെക്ക് വരയ്ക്കുക. ഇനി നമുക്ക് കൈക്കുഴിയിൽ നിന്ന് ഒരു 4 ഇഞ്ച് ആ പോയിൻ്റിലേക്ക് തന്നെ നോക്കി വരയ്ക്കുക. അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുക. അപ്പോൾ അതൊരു പ്രിൻസ് കട്ട് പോലെ ആയി.